പുതിയൊരു വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് നോമ്പൊക്കെ അല്ലേ, നോമ്പ് സ്പെഷ്യലായിട്ട് നമുക്കൊരു നല്ല തക്കാളി കൊണ്ടൊരു നല്ല അച്ചാർ തയ്യാറാക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ തക്കാളി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ തക്കാളി ഞാൻ കടയിൽ നിന്ന് വാങ്ങിച്ചതല്ല കേട്ടോ, കൃഷി ചെയ്തെടുത്ത തക്കാളിയാണ്. അപ്പോൾ ഇതിന് നമ്മൾ വിഷം ഒന്നും ചേർക്കാതെ നമ്മളിത് തയ്യാറാക്കി എടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ വിചാരിച്ച് കുറച്ച് അച്ചാറിട്ട് വെച്ചാൽ ഏറെ നാൾ ഇരിക്കുകയും ചെയ്യും, ഈ നോമ്പ് കാലഘട്ടം നമുക്കത് ഉപയോഗിക്കുകയും ചെയ്യാം. അപ്പോൾ ആദ്യം നമ്മൾ തക്കാളിയുടെ നെട്ടെല്ലാം ഒന്ന് എടുത്ത് മാറ്റിയതിന് ശേഷം നല്ലപോലെ കഴുകിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു ക്ലോത്ത് കൊണ്ട് നല്ലപോലെ ഈ ജലാംശം എല്ലാം ഒന്ന് തുടച്ചെടുക്കുക. ഒട്ടും തന്നെ വെള്ളമയം, ഇഞ്ചി, പച്ചമുളക് ഒന്നിലും കാണാൻ പാടില്ല. അങ്ങനെ ആകുമ്പോൾ അച്ചാർ പെട്ടെന്ന് പൂത്തു പോകും, കേടായിപ്പോകും കേട്ടോ. അപ്പോൾ എല്ലാം നല്ലപോലെ തുടച്ച് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് തക്കാളി ഒന്ന് കട്ട് ചെയ്യാം. അപ്പോൾ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് തരാനും അതുപോലെ തന്നെ ചാനലൊന്ന് സബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ അതാ ഇതുപോലെ തക്കാളി എല്ലാം ഇപ്പോൾ ഞാൻ കട്ട് ചെയ്തെടുത്തു. ഇത് ഏകദേശം 1 കിലോ കൂടുതലുണ്ട് കേട്ടോ തക്കാളി. അപ്പോൾ ഇനി നമുക്ക് വേണ്ടത് നല്ലെണ്ണ തന്നെയാണ്. നല്ലെണ്ണയിൽ തന്നെ ഇത് തയ്യാറാക്കിയെടുക്കുക. ഇനി നമുക്ക് ഒരുപാട് ദിവസം വെച്ചേക്കണമെന്നുണ്ടെങ്കിൽ വെളിച്ചെണ്ണ ആയാലും കുഴപ്പമില്ല. പക്ഷേ ഇത് ഒത്തിരി ദിവസം സ്റ്റോർ ചെയ്ത് വെക്കുന്നതുകൊണ്ട് ഞാൻ നല്ലെണ്ണയിൽ തന്നെ തയ്യാറാക്കിയെടുക്കുന്നത്. അപ്പോൾ ഞാൻ ഏകദേശം ഒരു 200-250 ml നല്ലെണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഇനി അതൊന്ന് ചൂടായി വരുമ്പോൾ നമുക്ക് കടുക് ചേർത്ത് കൊടുക്കാം. കടുക് 1 ടീസ്പൂൺ ചേർത്തിട്ടുണ്ട്. പൊട്ടി വന്നതിന് ശേഷം 3/4 ടീസ്പൂൺ നല്ല ജീരകം, അതും കൂടെ പൊട്ടി വന്നിട്ടുണ്ട്. ഇനി വേണ്ടത് 2 തുടം വെളുത്തുള്ളി ഞാനിതാ ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഒരു 4-5 പച്ചമുളക് അരിഞ്ഞത്, ഒരു ചെറിയ പീസ് ഇഞ്ചി, ഇതെല്ലാം കൂടെ നമുക്ക് എണ്ണയിലേക്ക് ചേർത്ത് ഒന്ന് വഴറ്റിയെടുക്കാം. എണ്ണ ഇനിയും ആവശ്യമുണ്ടെങ്കിൽ ഞാൻ ഇടയ്ക്ക് ചേർത്ത് കൊടുക്കും. ആവശ്യമുള്ളപ്പോൾ നമുക്ക് എണ്ണ ഒഴിച്ച് കൊടുക്കാം. ഇച്ചിരി എണ്ണ ഇതിന് എപ്പോഴും കൂടുതൽ വേണം നിൽക്കാനായിട്ട് കേട്ടോ. അപ്പോൾ ഇതൊന്ന് വഴന്ന് വരുമ്പോൾ നമുക്കിതിലേക്ക് ഒരു 3-4 ഉണക്കമുളകും കുറച്ച് കറി ലീഫും കൂടെ ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഈ കറി ലീഫൊക്കെ നേരത്തെ കഴുകി ഉണക്കിയൊക്കെ വെക്കുക കേട്ടോ, വെള്ളമയത്തോടു കൂടി ഇടണ്ട. അപ്പോൾ എല്ലാം കൂടെ ഒന്ന് വഴറ്റിയെടുക്കുക. ഇനി ഇതിലേക്ക് നമുക്ക് തക്കാളി ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഈ തക്കാളിയും ചേർത്ത് കൊടുത്തതിന് ശേഷം ഞാനിവിടെ കുറച്ച് പിഴിപുളി എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഏകദേശം ഒരു 2 ചെറുനാരങ്ങയുടെ വലുപ്പത്തിലുള്ള പുളിയാണ് ഞാനിവിടെ എടുത്തേക്കുന്നത്. അപ്പോൾ അതും കൂടെ നമുക്കിതിലേക്ക് കുറേശ്ശെ പിച്ചി ഇട്ട് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഈ പുളി, ഇങ്ങനത്തെ പുളി, ഇതിന് വേണ്ടിയിട്ട് പുളി എടുക്കുമ്പോൾ നല്ല പുളി തിരഞ്ഞെടുക്കുക. കല്ലും മണ്ണും ഒന്നും ഇല്ലാത്ത പുളിയായിരിക്കണം കേട്ടോ. അപ്പോൾ ഞാനിവിടെ സ്വന്തമായിട്ട് നമ്മൾ കുത്തിയെടുത്ത പുളി ഉണ്ടായിരുന്നു, അതുകൊണ്ട് അതാണ് എടുത്തേക്കുന്നത്. അപ്പോൾ ഇനി ഇത് നമുക്ക് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കുക. അപ്പോൾ ഈ സമയം തന്നെ ഞാൻ 1 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്തിട്ടുണ്ട്. ഉപ്പ് ഇത് തികയത്തില്ല, നമുക്കിനി കുറച്ച് കഴിഞ്ഞിട്ട് നോക്കിയിട്ട് ഇടാമെന്നാണ്. അപ്പോൾ ഇനി തീ കുറച്ച് വെച്ച് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കുക. തീ കൂട്ടി വെക്കരുത്, അതുപോലെ തന്നെ ഒട്ടും തന്നെ അടി പിടിച്ച് പോകരുത്. ശ്രദ്ധിച്ച് വേണം ഇത് ചെയ്യാൻ. അടി പിടിച്ചാൽ കരിഞ്ഞു പോയാൽ അതിൻ്റെ ടേസ്റ്റും രുചിയും എല്ലാം മാറിപ്പോവും, ആ മണവും മാറും. അതുകൊണ്ട് ഒരിക്കലും അങ്ങനെ ചെയ്യാൻ പാടില്ല. കൈ ഇളക്കാതെ ഇളക്കി കൊടുത്ത് ഈ തക്കാളി നല്ലപോലെ വെന്തിട്ട് എണ്ണ എല്ലാം തെളിഞ്ഞ് കിട്ടണം കേട്ടോ. അപ്പോൾ ഇപ്പോൾ ഞാനൊരു 3/4 ടീസ്പൂണോളം ഉപ്പ് കൂടി വീണ്ടും ചേർത്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ തക്കാളി എല്ലാം നല്ല സോഫ്റ്റായി എണ്ണ എല്ലാം അതിൽ നിന്ന് ഇങ്ങനെ മാറി വരുന്നുണ്ട്, കാണാമല്ലോ നിങ്ങൾക്ക്. ഈ സമയം നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. 2 ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട് മുളക് പൊടി, കാശ്മീരി മുളക് പൊടിയും 2 ചേർത്ത് പൊടിച്ച പൊടിയാണ് കേട്ടോ. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ കായപ്പൊടി, ഒരു 1/2 ടീസ്പൂണോളം നമ്മൾ വറുത്ത് പൊടിച്ച ഉലുവാപ്പൊടിയും കൂടെ ചേർത്ത് ഈ പൊടിയുടെ എല്ലാം പച്ചമണം മാറുന്നത് വരെ നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ ഏകദേശം ഇതെല്ലാം കൂടെ റെഡിയായി കിട്ടാൻ ഒരു 35-40 മിനിറ്റോളം ആയിട്ടുണ്ട് കേട്ടോ എനിക്ക്. അപ്പോൾ പെട്ടെന്നൊന്നും ചെയ്തെടുക്കാൻ പറ്റത്തില്ല. ഒട്ടും തന്നെ ജലാംശം ഇതിനകത്ത് നിൽക്കാൻ പാടില്ല, തക്കാളിയുടെ ആയാലും ഒന്നിൻ്റെയും. അപ്പോൾ അത്രയും സമയം നമ്മൾ നിന്ന് വേണം ഇതൊന്ന് വഴറ്റി എടുക്കാൻ. നല്ല മണമാണ്. കഞ്ഞിയുടെ കൂടെ ആയാലും ചോറിൻ്റെ കൂടെ, ചപ്പാത്തി, അതുപോലെ തന്നെ ഇഡ്ഡലി, ദോശയുടെ കൂടെ ഒക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു റെസിപ്പി തന്നെയാണ്. അപ്പോൾ ഈ സമയം നമ്മൾ ഇതുപോലെ കുറച്ചൊന്ന് തയ്യാറാക്കി വെക്കുവാണെങ്കിൽ അപ്പോൾ നമുക്ക് ഒരുപാട് ടെൻഷനൊന്നും വരത്തില്ല. ഈ സമയം നമ്മൾ എന്തോ കറി തയ്യാറാക്കുക എന്നുള്ളൊരു ടെൻഷനൊക്കെ നമുക്ക് കാണും, മീനോ ഇറച്ചിയൊന്നും ഉപയോഗിക്കാത്തതുകൊണ്ടല്ലേ. അപ്പോൾ ഇതുപോലെ ഒന്ന് എല്ലാവരും തയ്യാറാക്കി വെച്ചതിന് ശേഷം ഇപ്പം നമ്മുടെ അച്ചാർ നല്ലപോലെ തണുത്തതിന് ശേഷം ഇതുപോലെ ഒരു ചില്ല് കുപ്പിയിൽ നമുക്ക് എടുത്ത് വെക്കാവുന്നതാണ്. അപ്പോൾ ഫ്രിഡ്ജിലാണെങ്കിൽ ഇതിപ്പോൾ 7-8 മാസത്തോളം ആയാലും ഒട്ടും തന്നെ കേടാവത്തില്ല. പുറത്ത് വയ്ക്കുന്നതാണെങ്കിൽ നമുക്ക് വെച്ച് ഉപയോഗിക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കാൻ മടിക്കരുത് കേട്ടോ. അപ്പോൾ നമ്മുടെ സ്പെഷ്യൽ തക്കാളി അച്ചാർ ഇവിടെ തയ്യാറായിട്ടുണ്ട്. ലൈക്കും കമൻറ്റും ഒക്കെ പറയാം കേട്ടോ.